എല്ലാവർക്കും നമസ്കാരം. സുധീസ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ ടൈം ഓഫ് സപ്ലൈ എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇനി പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്തിനാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പലർക്കും ഡൗട്ട് ഉണ്ടാവാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ മുൻപ് സപ്ലൈ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സപ്ലൈ എന്നുള്ളത് ഇൻ്റർ സ്റ്റേറ്റും ആവാം, ഇൻട്രാ സ്റ്റേറ്റും ആവാം. അതായത് ഒരു സ്ഥലത്തിനുള്ളിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷനാണ് സാധാരണ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അതിൽ CGST SGST ആണ് എന്ത് ചെയ്യുക, ടാക്സബിൾ ആവുക. അത് നേരെ മറിച്ച് ഒരു സ്റ്റേറ്റിന് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് യൂണിയൻ ടെറിട്ടറികൾ തമ്മിലോ ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിൽ അവിടെയാണ് അതിനെയാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുക. അതിൻ്റെ കേസിൽ IGST വരുമെന്നും പറഞ്ഞു. അപ്പോൾ ഒരു സാധനത്തിൻ്റെ സപ്ലൈ എവിടെയാണ് നടക്കുന്നത് എന്ന് കണ്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ ആ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്താണ്, CGST ആണോ SGST ആണോ അതോ IGST ആണോ ടാക്സബിൾ ആവുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്താണെന്നുള്ളത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈയുടെ കേസിൽ നമുക്ക് ഇതിൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് സെക്ഷൻ 10 പ്രകാരം IGST ആക്ട് പ്രകാരം പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അതർ ദാൻ സപ്ലൈ ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഓർ എക്സ്പോർട്ടഡ് ഫ്രം ഇന്ത്യ. അതായത് പ്ലേസ് ഓഫ് സപ്ലൈ, ഗുഡ്സിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആണ് പറയുന്നത്. അത് ഏതൊക്കെയാണ്, വിത്തൗട്ട് അല്ലെങ്കിൽ അതർ ദാൻ ഏതൊക്കെയാണ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഓർ എക്സ്പോർട്ടഡ് ഫ്രം ഇന്ത്യ. അതായത് ഇമ്പോർട്ട് ചെയ്യാത്ത ഗുഡ്സിൻ്റെയും ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാത്ത ഗുഡ്സും ഒഴിച്ച് ബാക്കി എല്ലാ ഗുഡ്സിൻ്റെയും പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു കോളത്തിൽ അല്ലെങ്കിൽ ഒരു ടേബിളിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് ഇതിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ത് ചെയ്യില്ല, ഉൾപ്പെടില്ല. ബാക്കിയുള്ള ഗുഡ്സ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഗുഡ്സിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് കോളം നമ്മൾ ഓരോ സിറ്റുവേഷൻസ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ നോക്കാം. ഫസ്റ്റ് വൺ സിറ്റുവേഷൻ നോക്കാം. വേർ ദി സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് വെദർ ബൈ ദി സപ്ലയർ ഓർ ദി റെസിപ്പിയൻറ്റ് ഓർ ബൈ എനി അതർ പേഴ്സൺ. എന്താണ് സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്? എന്താണ് ഇവിടെ ഗുഡ്സ് മൂവ് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് തമ്മിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സപ്ലൈയിൽ എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്നാണ് നോക്കുന്നത്. എന്താണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്താണ് നോക്കാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സച്ച് ഗുഡ്സ് ഷാൾ ബി ദി ലൊക്കേഷൻ ഓഫ് ദി ഗുഡ്സ് ആൻഡ് ടൈം ഓഫ് വിച്ച് മൂവ്മെൻറ്റ് ഓഫ് ദി ഗുഡ്സ് ടെർമിനേറ്റ്സ് ഫോർ ഡെലിവറി ടു ദി റെസിപ്പിയൻറ്റ്. അതായത് ഇത്രയും വലിയ വാചകമെന്നുള്ളൂ, പക്ഷേ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. റെസിപ്പിയൻറ്റിന് എവിടെയാണ് ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഗുഡ്സ് ഡെലിവർ ആവുന്നത് ആ സ്ഥലമാണ് എന്ത് പറയുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ആ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എ സപ്ലയർ ലൊക്കേറ്റഡ് ഇൻ കൊൽക്കത്ത സപ്ലൈസ് ഗുഡ്സ് ടു ദി റെസിപ്പിയൻറ്റ് ഇൻ ഡൽഹി. എന്ത് ചെയ്തു, കൊൽക്കത്തയിലെ സപ്ലയർ ഡൽഹിയിലുള്ള റെസിപ്പിയൻറ്റിന് എന്ത് ചെയ്തു, ഗുഡ്സ് സപ്ലൈ ചെയ്തു. ഗുഡ്സ് സപ്ലൈ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, ഗുഡ്സ് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ലൊക്കേഷൻ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിട്ടാണ് വരിക, ഡൽഹി ആയിട്ടാണ് വരിക അല്ലേ. അതായത് എന്തുകൊണ്ടാണ് ഡൽഹി എന്ന് പറയാൻ കാരണം, അവിടെ റെസിപ്പിയൻറ്റിന് ഗുഡ്സ് ഡെലിവർ ആവുന്നത് എവിടെയാണ്, ഡൽഹിയിലാണ് ഗുഡ്സ് കിട്ടുന്നത്. അപ്പോൾ അതാണ് എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിറ്റുവേഷൻ. സെക്ഷൻ 10 സബ്സെക്ഷൻ 1A ഇത് പറയുന്നത്. അതിനെക്കുറിച്ച് അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത്. ഇനി അടുത്ത കേസ് എന്താ നോക്കാം. അടുത്ത കേസിൽ സിറ്റുവേഷൻ നമ്പർ 2 എന്താ നോക്കാം. ഗുഡ്സ് ആർ ഡെലിവേർഡ് ബൈ ദി സപ്ലയർ ടു ദി റെസിപ്പിയൻറ്റ് or any other person on the direction of a third person, whether acting as an agent or otherwise, before or during the movement of goods by way of transfer of documents or title of goods otherwise. എന്താണ് ഇവിടെ സപ്ലൈ നടക്കുന്നുണ്ട്. അതായത് ഗുഡ്സ് സപ്ലയർ റെസിപ്പിയൻറ്റിന് എന്ത് ചെയ്യുന്നു,
അയച്ചു കൊടുക്കുന്നുണ്ട്, മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഗുഡ്സ് സപ്ലയർ റെസിപ്പിയൻറ്റിന് സാധനം അയച്ചു കൊടുക്കുകയാണ്. എന്നാൽ എന്താണ് ഫസ്റ്റ് സിറ്റുവേഷനിൽ നിന്ന് സെക്കൻഡ് സിറ്റുവേഷൻ എങ്ങനെയാണ് മാറുന്നത്? ഓൺ ദി ഡയറക്ഷൻ ഓഫ് എ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്, അതായത് മൂന്നാമതൊരു വ്യക്തിയുടെ ഡയറക്ഷൻ പ്രകാരം എന്ത് ചെയ്യുന്നു, ഗുഡ്സ് സപ്ലയറിൽ നിന്ന് റെസിപ്പിയൻറ്റിലേക്ക് എത്തുന്നു. അതായത് ഒരു ഇടനിലക്കാരൻ അവിടെ ഉണ്ട്, ഒരു തേർഡ് പേഴ്സൺ അവിടെ ഉണ്ട്. അയാൾ പറയുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, സപ്ലയർ ഗുഡ്സ് റെസിപ്പിയൻറ്റിന് എത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, ഏതാണ് പ്ലേസ് ഓഫ് സപ്ലൈ നോക്കാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സച്ച് ഗുഡ്സ് ഷാൽ ബി ദി പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് തേർഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്താണ്? പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഏതാണോ അതാണ് എന്ത് പറയുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. അതായത് ആ ഇടനിലക്കാരൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ്, അയാൾക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് എവിടെയാണ്, അയാളുടെ ബിസിനസ് ലൊക്കേറ്റ് ചെയ്യുന്നത്, മെയിൻ ബിസിനസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, അതാണ് എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ പ്ലേസ് എന്ന് പറയുന്നത്. ആ പ്രിൻസിപ്പൽ പ്ലേസ് ആയിരിക്കും എന്ത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ബർമൻ ഓഫ് വെസ്റ്റ് ബംഗാൾ സപ്ലൈഡ് ഗുഡ്സ് ടു രാമൻ ഓഫ് തമിഴ്നാടു. എന്താണ്, ബർമൻ വെസ്റ്റ് ബംഗാളിലെ ഒരു സപ്ലൈക്കാണ്, അയാൾ ആർക്ക് കൊടുത്തു, ഗുഡ്സ് സപ്ലൈ ചെയ്തു, രാമൻ തമിഴ്നാട് ഉള്ള രാമൻ എന്ന് പറയുന്ന ആൾക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്തു. വെൻ ഗുഡ്സ് സ്റ്റാർട്ട് മൂവിങ്, രാമൻ ഇൻസ്ട്രക്ട്സ് ദി സപ്ലയർ മിസ്റ്റർ ബർമൻ ടു ഡെലിവർ ദി ഗുഡ്സ് ടു ചാമൻ ടു കേരള ഓൺ ഹിസ് ബിഹാഫ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ചിലപ്പോൾ രാമൻ എന്താ റെസിപ്പിയൻ്റാന്ന് തോന്നും. പക്ഷേ രാമൻ റെസിപ്പിയൻ്റ് ആണോ? അല്ല. എന്താ പറയുന്നത്, വെൻ ദി ഗുഡ്സ് സ്റ്റാർട്ട് മൂവിങ്, രാമൻ ഇൻസ്ട്രക്ട്സ് ദി സപ്ലയർ മിസ്റ്റർ ബർമൻ ടു ഡെലിവർ ദി ഗുഡ്സ് ടു ചാർമൻ അറ്റ് കേരള എന്നാണ് പറയുന്നത്. അപ്പോൾ രാമൻ എന്താണ്, തേർഡ് പേഴ്സൺ ആണ്. രാമൻ എന്ത് ചെയ്യുന്നു, ബർമനോട് പറയുന്നു ആ ഗുഡ്സ്, ബർമൻ്റെ ഗുഡ്സ് ആർക്ക് ഡെലിവർ ചെയ്യാനാണ് പറയുന്നത്, കേരളയിലുള്ള ചാമൻ എന്ന് പറയുന്ന ആൾക്ക് ഡെലിവർ ചെയ്യാനാണ് പറയുന്നത്. രാമൻ അല്ല അവിടെ റെസിപ്പിയൻ്റ്. രാമൻ ആരാ, തേർഡ് പേഴ്സൺ ആണ്. ഈ തേർഡ് പേഴ്സൺ, അതായത് തേർഡ് പാർട്ടിയുടെ ലൊക്കേഷൻ എവിടെ, തമിഴ്നാടാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ തേർഡ് പേഴ്സൺ ഇൻവോൾവ് ചെയ്ത കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയായിട്ടാണ് വരിക, തേർഡ് പേഴ്സൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ആണ്. ഇവിടെ രാമനാണ് തേർഡ് പേഴ്സൺ, രാമൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണ്, തമിഴ്നാടാണ്. ആയതുകൊണ്ട് പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിട്ടാണ് വരിക, തമിഴ്നാടായിട്ട് കണക്കാക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്ത നമുക്ക് ഏതാ നോക്കാനുള്ളത്, വേർ ദി സപ്ലൈ ഡസ് നോട്ട് ഇൻവോൾവ്സ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. എന്താണ്, സപ്ലൈയിൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇല്ല, ഗുഡ്സ് മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ എന്താണ്, എന്തായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ എന്നാണ് നോക്കാൻ പോകുന്നത്. എന്തായിരിക്കും, സെക്ഷൻ 10 സബ്സെക്ഷൻ 1C കേട്ടോ അത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ 1 സെക്ഷൻ 10 സബ്സെക്ഷൻ 1Aയും 1Bയും പഠിച്ചു. ഇനി സബ്സെക്ഷൻ 1C ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സി നോക്കാം. വേർ ദി സപ്ലൈ ഡസ് നോട്ട് ഇൻവോൾവ്സ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ നോക്കാം. എന്താണ് പറയുന്നത് നോക്കാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദി ലൊക്കേഷൻ ഓഫ് ദി ഗുഡ്സ് ആൻഡ് ദി ടൈം ഓഫ് ഇറ്റ്സ് ഡെലിവറി ടു ദി റെസിപ്പിയൻറ്റ്. അതായത് റെസിപ്പിയൻറ്റിന് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഉള്ള ആ ലൊക്കേഷനാണ് എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, ആ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന സമയത്തുള്ള ലൊക്കേഷൻ, റെസിപ്പിയൻറ്റിന് ഡെലിവർ ചെയ്യുന്നുള്ള സമയത്തുള്ള ലൊക്കേഷനാണ് എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. നമുക്ക് എക്സാമ്പിൾ കൂടി നോക്കിയാലോ, നോക്കാം അല്ലേ. രമേശ് ടുക്ക് എ ബിൽഡിംഗ് ഓൺ റെൻറ്റ് ഫ്രം രാജ. ഹീ ഇൻസ്റ്റാൾഡ് ഈ സെൻട്രലൈസ്ഡ് AC ഓൺ ഹിസ് ബിൽഡിംഗ്. രമേശ് എന്ത് ചെയ്തു, ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തു. ആരുടെ കയ്യിൽ നിന്ന്, രാജ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തു. അവിടെ എന്താണ്, ഒരു സെൻട്രലൈസ്ഡ് AC യൂണിറ്റ് ഫിറ്റ് ചെയ്തു. ആഫ്റ്റർ 3 years രമേശ് വെക്കേറ്റഡ് ദി ബിൽഡിംഗ് ബട്ട് എഗ്രി വിത്ത് രാജ ടു ലീവ് ബിഹൈൻഡ് ദി AC വിത്തൗട്ട് ഡിസ്മാൻഡിലിംഗ് ഇറ്റ്. എന്താണ്, രമേശ് 3 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്, ആ റൂം റെൻറ്റിൻ്റെ അടുത്ത റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ AC അവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല, AC അവിടെ തന്നെ ഉണ്ട് അല്ലേ. ദി സപ്ലൈ ഓഫ് AC ബൈ രമേശ് ടു രാജ ഡസ് നോട്ട് ഇൻവോൾവ്സ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്.
ശരിക്കും രമേശിന് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് രമേശ് വാങ്ങിയതാണ് അല്ലേ, ആ AC രമേശ് വാങ്ങിയതാണ്. അപ്പോൾ രമേശിനെ കൊണ്ടുപോകാം. പക്ഷേ രമേശ് എന്ത് ചെയ്യുന്നില്ല, അത് കൊണ്ടുപോകുന്നില്ല. മറിച്ച് രാജയ്ക്ക് കൊടുത്തിട്ട് അവിടെ തന്നെ വെച്ചിട്ട് പോവുകയാണ്. ഓക്കെ, ആ റൂമിൽ തന്നെ അല്ലെങ്കിൽ ആ വാടകയ്ക്കെടുത്ത വീട്ടിൽ തന്നെ എന്താണ്, ആ ബിൽഡിങ്ങിൽ തന്നെ ആ AC വെച്ചിട്ട് രമേശ് എന്ത് ചെയ്യാണ്, സ്ഥലം വിടുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ആ ഗുഡ്സ് അവിടെ നിന്ന് എടുക്കുന്നില്ല. ആ ഗുഡ്സ് എന്ത് ചെയ്യാണ്, അതേ ബിൽഡിങ്ങിൽ നിൽക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്, മൂവ്മെൻറ്റോ ഗുഡ്സ് ഉണ്ടാകുന്നില്ല. ഗുഡ്സ് ആദ്യം AC ഫിറ്റ് ചെയ്തു, അതൊക്കെ. പക്ഷേ ഫിറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നില്ല, ആ ഗുഡ്സ് അവിടെ നിന്ന് പിന്നെ മാറ്റുന്നില്ല. രമേശ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ആ ഗുഡ്സ് അവിടെ നിന്ന് എനിക്കില്ല, മാറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ അവിടെ മൂവ്മെൻറ്റ് ഇല്ലാത്ത സമയത്ത് എന്താണ്, പ്ലേസ് ഓഫ് സപ്ലൈ എന്താ വരിക, ആ AC പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും വരിക, നമ്മൾ നേരത്തെ പഠിച്ച പോലെ എവിടെയാണോ ആ AC ഫിറ്റ് ചെയ്തത് ആ സ്ഥലമാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരിക. അല്ലെങ്കിൽ ആ റെസിപ്പിയൻറ്റിന് ആ ഗുഡ്സ് എന്ത് ചെയ്യണം, ഡെലിവർ ആയത് സ്ഥലം, അതായത് റെസിപ്പിയൻറ്റിന് ആ ഗുഡ്സ് കിട്ടിയ സ്ഥലം, അതാണ് എന്ത് പറയുക, ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇവിടെ രമേശാണ് എന്ത് പറയുന്നത്, സപ്ലയർ. റെസിപ്പിയൻ്റായിട്ട് വരും, ആരായിട്ട് വരും, രാജയായിട്ട് വരും. രാജയ്ക്കാണ് ആ ഗുഡ്സ് കിട്ടിയത് അല്ലേ, എന്താ AC കിട്ടിയത്. ആ ഗുഡ്സ് AC എവിടെ വെച്ചിരിക്കുന്നത്, രാജയുടെ ബിൽഡിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ ആ രാജയുടെ ബിൽഡിങ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, അവിടെയാണ്, അതാണ് എന്ത് പറയുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, ഇതാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത കേസ് നോക്കാം. സപ്ലൈ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓവർ ദി കൗണ്ടർ ഓൺ ഹിസ് സ്റ്റേറ്റ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു അനദർ സ്റ്റേറ്റ് ബൈ എൻ അൺരജിസ്റ്റേർഡ് ബയ്യർ. ഒരു അൺരജിസ്റ്റേർഡ് ബയ്യർ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് അത് വേറൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഗുഡ്സ് വാങ്ങിയിട്ട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, അങ്ങനെയുള്ള കേസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കാൻ നോക്കാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി ദി ലൊക്കേഷൻ ആസ് പെർ ദി അഡ്രസ് ഓഫ് സെഡ് പേഴ്സൺ. എന്താണ്, സെഡ് പേഴ്സൺ റെക്കോർഡഡ് ഇൻ ദി ഇൻവോയ്സ് ഇഷ്യൂഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സച്ച് സപ്ലൈ. എന്താണ്, നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത സമയത്ത് ആ ഇൻവോയ്സിൽ പറഞ്ഞ വ്യക്തിയുടെ അഡ്രസ്സോ അല്ലെങ്കിലോ ആൻഡ് ദി ലൊക്കേഷൻ ഓഫ് സപ്ലയർ വെയർ ദി അഡ്രസ് ഓഫ് ദിസ് പേഴ്സൺ ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ഇൻവോയ്സ്. ഇൻവോയ്സിൽ അഡ്രസ്സ് ഇല്ലെങ്കിലോ എന്താണ്, സപ്ലയറിൻ്റെ ലൊക്കേഷനോ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ത് പറയുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒന്നും കൂടി പറയാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി ദി ലൊക്കേഷൻ ആസ് പെർ ദി അഡ്രസ് ഓഫ് സെഡ് പേഴ്സൺ റെക്കോർഡ് ഇൻ ദി ഇൻവോയ്സ്. എന്താണ്, ഇൻവോയ്സിൽ അഡ്രസ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുക, ആ ഇൻവോയ്സ് പറഞ്ഞ ആളുടെ അഡ്രസ്സായിരിക്കും എന്ത് പറയുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരിക. ഇനി നേരെ മറിച്ച് എന്താണ്, ആ അഡ്രസ്സ് ആ ഇൻവോയ്സിൽ കൊടുത്തിട്ടില്ലെങ്കിലോ സപ്ലയറുടെ അഡ്രസ്സ് ഏതാണോ അതാണ് എന്ത് പറയുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. അതാണ് അതിൽ പറയുന്നുള്ളൂ. ഇനി അടുത്ത കേസ് നോക്കാം. വേർ ദി ഗുഡ്സ് ആർ അസംബിൾഡ് ഓർ ഇൻസ്റ്റാൾഡ് അറ്റ് സൈറ്റ്. എന്താണ്, ഗുഡ്സ് സൈറ്റിലാണ് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്ന് നോക്കാം. എളുപ്പമാണ്. എന്താ, ദി പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദി ലൊക്കേഷൻ ഓഫ് സച്ച് ഇൻസ്റ്റാളേഷൻ ഓർ അസംബ്ലി. എവിടെയാണ് ഗുഡ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അസംബിൾ ചെയ്യുന്നത്, ആ സ്ഥലമാണ് എന്ത് പറയുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. അതിൽ നോക്കാം, എക്സാമ്പിൾ കൂടെ നോക്കാം. എക്സ് ലിമിറ്റഡ് കർണാടക പർച്ചേസസ് ലിഫ്റ്റ് ടു ബി ഇൻസ്റ്റാൾഡ് ഇൻ ദയർ ചെന്നൈ ഓഫീസ് ഫ്രം എ വെൻഡർ ലൊക്കേറ്റഡ് ഇൻ കർണാടക. എന്താണ്, എക്സ് ലിമിറ്റഡ് എന്ത് ചെയ്യാണ്, കർണാടകയിലുള്ള എക്സ് ലിമിറ്റഡ് ചെന്നൈയിലുള്ള തൻ്റെ ഓഫീസിലേക്ക് എന്ത് ചെയ്യുക, ഒരു ലിഫ്റ്റ് പർച്ചേസ് ചെയ്തു. ആ ലിഫ്റ്റ് എവിടെ ഇൻസ്റ്റാൾ ചെയ്തത്, ചെന്നൈയിലാണ്. ഓക്കെ, ലിഫ്റ്റ് കർണാടക എക്സ് ലിമിറ്റഡ് കർണാടകയിലുള്ള കമ്പനി ചെന്നൈയിലുള്ള ഓഫീസിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ലിഫ്റ്റ് പർച്ചേസ് ചെയ്തു. ലിഫ്റ്റ് പർച്ചേസ് ചെയ്തു എന്നുള്ളതല്ല, അല്ലെങ്കിൽ എവിടെയാണ് കമ്പനി ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നല്ല അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. മറിച്ച് എന്താണ്, എവിടെയാണ് ആ ഗുഡ്സ് ഇൻസ്റ്റാൾ ചെയ്തത് ആ സ്ഥലമാണ് കണക്കാക്കുക. അപ്പോൾ എവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ചെന്നൈയിലാണ്. അപ്പോൾ ആ ചെന്നൈയാണ് എന്ത് വരിക, അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരിക. ഇനി അടുത്ത കേസ് നോക്കാം. വേർഡ് ഗുഡ്സ് ആർ സപ്ലൈഡ് ഓൺ ബോർഡ് ഓർ കൺവെയൻസ്. എന്താണ്, ഗുഡ്സ് നമ്മൾ ഓൺ ബോർഡിൽ അല്ലെങ്കിൽ കൺവെയൻസ് യാത്രയ്ക്കിടയിലൊക്കെ സപ്ലൈ ചെയ്യാറില്ലേ. അപ്പോൾ യാത്രയ്ക്കിടയിലൊക്കെ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താ വരിക എന്നാണ് ചോദിക്കുന്നത്. ദി പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദി ലൊക്കേഷൻ വിച്ച് ദി ഗുഡ്സ് ആർ ടേക്കൺ ഓൺ ബോർഡ്. എന്താണ്, ഓൺ ബോർഡ് ലൊക്കേഷൻ അത് ഏതാണോ അതാണ് എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. നമുക്ക് ആ എക്സാമ്പിൾ നോക്കിയാലോ. മിസ്റ്റർ ജെയിൻ ബോർഡഡ് ദി ട്രെയിൻ അറ്റ് കൊൽക്കത്ത
ഫോർ ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ ഭോപ്പാൽ MP. എന്താണ്, മിസ്റ്റർ ജെയിൻ എന്ന് പറയുന്ന ആൾ കൊൽക്കത്തയിൽ നിന്ന് ട്രെയിന് കയറി. ഓക്കെ, അപ്പോൾ ആ ഓൺ ബോർഡ് ചെയ്യുന്ന സ്ഥലം ഏതാണ്? അയാൾ ട്രെയിൻ കയറുന്ന സ്ഥലം ഏതാണ്? കൊൽക്കത്തയാണ്. എവിടേക്കാണ് പോകുന്നത്? ഭോപ്പാലിലേക്കാണ് പോകുന്നത്. എവിടെ? മധ്യപ്രദേശിലുള്ള ഭോപ്പാലിലേക്കാണ് പോകുന്നത്. ഹീ ഈസ് ക്യാരിങ് സർട്ടൻ ഗുഡ്സ് വിത്ത് ഹിം ഫോർ ദി പർപ്പസ് ഓഫ് സെയിൽ ഡ്യൂറിങ് ദി ജേണി. അപ്പോൾ അയാൾ എന്തുദ്ദേശിച്ചാണ് പോകുന്നത്? തൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട്, ആ സാധനങ്ങൾ പോണ വഴിക്ക് വിൽക്കണം, അതും കൂടി കരുതിയിട്ടാണ് പോകുന്നത്. ഓക്കെ. വെൻ ദി ട്രെയിൻ റീച്ചസ് ടാറ്റാനഗർ ജാർഖണ്ഡ് ഹീ സെയിൽസ് സർട്ടൻ ഗുഡ്സ്. എന്ത് ചെയ്യാണ്? അയാൾ ജാർഖണ്ഡിലും അതേപോലെ തന്നെ ടാറ്റാനഗറിലും ട്രെയിൻ നിർത്തിയ സമയത്ത് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്തു? അയാൾ വിറ്റു. ഓക്കെ. നൗ ഇൻ ദിസ് കേസ് ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സച്ച് ഗുഡ്സ് വിൽ ബി കൊൽക്കത്ത. അപ്പോൾ ഈ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിട്ട് കണക്കാക്കുക? കൊൽക്കത്തയായിട്ട് കണക്കാക്കുക. അയാൾ ജാർഖണ്ഡിലും ടാറ്റാനഗറിലും ഗുഡ്സ് വിറ്റു എങ്കിലും ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിട്ട് കണക്കാക്കുക? കൊൽക്കത്തയാണ്. എന്തുകൊണ്ടാണ്? ഓൺ ബോർഡ് ലൊക്കേഷൻ, യാത്രയ്ക്കിടയിൽ അല്ലെങ്കിൽ കൺവെയൻസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാണ്? ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓൺ ബോർഡ് ലൊക്കേഷനാണ് എന്തായിട്ട് കണക്കാക്കുക? നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. അതായത് എവിടെ നിന്നാണ് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ലൊക്കേഷനാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ മിസ്റ്റർ ജെയിൻ കൊൽക്കത്തയിൽ നിന്നാണ് ട്രെയിൻ കയറിയത്, ആയതുകൊണ്ട് ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു, കൊൽക്കത്തയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റത്തെ ഇതിൽ പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു സെക്ഷൻ 11 ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. പ്ലേസ് ഓഫ് സപ്ലൈ ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഓർ എക്സ്പോർട്ടഡ് ഫ്രം ഇന്ത്യ. അത് ഇമ്പോർട്ട് ചെയ്തു, ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്ന കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണെന്ന് പറയുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാണ്? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണ്, ഇറക്കുമതി ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ എന്താ പ്ലേസ് ഓഫ് സപ്ലൈ എന്താ വരിക? ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ഷാൾ ബി ലൊക്കേഷൻ ഓഫ് ദി ഇമ്പോർട്ടഡ്. അതായത് ഇമ്പോർട്ട് ചെയ്ത വ്യക്തിയുടെ ഇമ്പോർട്ടൻ്റ് ലൊക്കേഷൻ ഏതാണോ അതാണ് എന്തായാലും കണക്കാക്കുക? നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക എന്ന് പറയുന്നു. എന്നാൽ എക്സ്പോർട്ടിൻ്റെ കേസിലോ കയറ്റുമതിയുടെ കേസിലോ ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എക്സ്പോർട്ടഡ് ഫ്രം ഇന്ത്യ ഷാൾ ബി ദി ലൊക്കേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ. അപ്പോൾ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയാണ്, ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ അപ്പോൾ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് പറയുന്നത് ഏതാണ്? ഏത് രാജ്യത്തേക്കാണോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ആ സ്ഥലമായിട്ടാണ് എന്ത് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങൾ സർവീസസിൻ്റെ കാര്യങ്ങൾ പറയും. ഇപ്പോൾ നമ്മൾ ഗുഡ്സിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതിലേതെങ്കിലും വീഡിയോയിൽ മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അത് അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.